ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടറ്റ് കാറ്റഗറി 2ൻ്റെ ടോപ്പിക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഓപ്ഷൻസ് എ, എലോങ് വിത്ത് അതർ നോർമൽ ചിൽഡ്രൻ. ഓപ്ഷൻ ബി, ബൈ മെത്തേഡ്സ് ഡെവലപ്ഡ് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ in special school. Option C, special school. And option D, special teachers in special school. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പെഷ്യൽ നീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ സ്പെഷ്യൽ എന്നുള്ള വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ എന്നുള്ള വേർഡ് വെച്ച് ഈ ചിൽഡ്രനെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? അവർക്ക് ആ ഒരു ഡിസബിലിറ്റി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ചിൽഡ്രൻ ആയിട്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൊവിഷൻ ഫോർ എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ക്യാൻ ബി ഡൺ ത്രൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അവരുടെ പ്രൊവിഷൻ കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ബി, മെയിൻ സ്ട്രീമിംഗ്. ഓപ്ഷൻ സി, ഇൻ്റഗ്രേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി, സ്പെഷ്യൽ സ്കൂൾ. അപ്പോൾ ഇവിടെയും നമുക്ക് ഡിസബിലിറ്റി എന്നുള്ളൊരു വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്? മറ്റുള്ള കുട്ടികളുടെ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. മെയിൻ സ്ട്രീമിങ്ങും ഇൻ്റഗ്രേഷനും സ്പെഷ്യൽ സ്കൂളും ഒക്കെ അവരെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ ചിൽഡ്രനിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ എഡ്യൂക്കേഷൻ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ആൻസർ ഇൻക്ലൂസീവ് എന്ന് വരാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ ബിലോങ്ങിങ് ടു വീക്കർ സെക്ഷൻ മീൻസ്. ഓപ്ഷൻ എ, ചൈൽഡ് ബിലോങ്ങിങ് ടു സച്ച് പാരൻസ് ഹൂസ് ആനുവൽ ഇൻകം ഈസ് ലോ. ചൈൽഡ് ബിലോങ്ങിങ് ടു സച്ച് പാരൻസ് ഹു കം അണ്ടർ വിത്ത് എ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. Option C, a child belonging to such parents who come under the category of below poverty line. And option D, a child belonging to such parents whose annual income is lower than the minimum limit specified by the appropriate government. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനും ഏകദേശം ഒരുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ആനുവൽ ഇൻകം ലോ ആയിട്ടുള്ള പാരൻസിൻ്റെ കാര്യമാണ്. രണ്ടാമത്തെ പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പാണ്. അതായത് ഏതാണ് ഇപ്പോൾ ഈ OBC, OEC, SC/ST കാറ്റഗറിയിലുള്ള പാരൻസ്, അവരുടെ മക്കളെയാണ് നമ്മൾ വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സിയിൽ BPL കാറ്റഗറി, ബിലോ പോവർട്ടി ലൈൻ, അതായത് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ബേസിൽ വെച്ച് പറയുന്നത്. പിന്നെ ഓപ്ഷൻ ഡി പറയുന്നത് ഗവൺമെൻറ് ഒരു ഇൻകം സെറ്റ് ചെയ്യുന്നു, അത് ഒരു മിനിമം ലിമിറ്റ് സെറ്റ്, അതിൻ്റെ താഴെ വരുന്ന ആൾക്കാർ അവരുടെ കുട്ടികളാണ് എന്തായിട്ട് വരുന്നത്, വീക്കർ സെക്ഷനിൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ആനുവൽ ഇൻകം ആയാലും ഒരു BPL കാറ്റഗറിയുടെ കാര്യം എല്ലാം എന്താണ്, ഗവൺമെൻറ്റാണ് ഒരു മിനിമം ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന ആളുകളുടെ മക്കൾ, പാരൻസ്, അവരുടെ കുട്ടികളെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ചിൽഡ്രൻ ബിലോങ്ങിങ് ടു വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും ഓപ്ഷൻ എല്ലാം കാണുമ്പോൾ, അപ്പോൾ വീണ്ടും ഞാനത് സ്പെസിഫൈ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് വേ സ്പെസിഫിക്കലി അറ്റ് പ്രൈമറി ലെവൽ ടു അഡ്രസ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ടു യൂസ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു പ്രൈമറി ലെവലിലുള്ള കുട്ടികളെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ നോക്കാം. എ വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ് സ്യൂട്ടഡ് ടു ദ ഡിസബിലിറ്റി. Option B, expensive and glossy support material. And option C, easy and interesting textbooks. And option D, storytelling method. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വേഗം ക്യാച്ച് ചെയ്യുന്നത് എന്താണ്, വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡ് സ്യൂട്ടഡ് ടു ദ ഡിസബിലിറ്റിയാണ്. അത് അവരുടെ ഡിസബിലിറ്റിക്ക് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള എയ്ഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരിക. ഇപ്പം വിഷ്വലി ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് കുറച്ചുകൂടെ ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ വിഷ്വലി അല്ലാതെ ഓഡിറ്ററി ആയിട്ട് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ വിഷ്വലി നമുക്ക് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് കൊടുക്കുക. അപ്പോൾ എന്ത് നമ്മൾ കൊടുക്കുമ്പോഴും അവരുടെ ആ ഒരു ഡിസബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഏതൊരു ലേണിംഗ് എയ്ഡാണെങ്കിലും മെത്തേഡാണെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അല്ലാതെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ഉള്ള സപ്പോർട്ട് മെറ്റീരിയൽ ഈസി ആയിട്ട് ടെക്സ്റ്റ് ബുക്സ് കൊടുത്താലോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുത്താലോ ഒന്നും അവർക്ക് എന്ത് ചെയ്യില്ല. അതൊക്കെ നമ്മൾ നോർമൽ എല്ലാ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ബട്ട് ഇതിൽ ഈ ഒരു വെറൈറ്റി ഓഫ് ടീച്ചിങ് മെത്തേഡാണ് ഇതിൽ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെറ്റർ സ്ട്രാറ്റജി ഫോർ ടീച്ചിങ് ചിൽഡ്രൻ വിത്ത് എ സ്പെഷ്യൽ നീഡ്. അപ്പോൾ ഇവിടെയും സ്ട്രാറ്റജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ, ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് റൂം ഇൻവോൾവിംഗ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ബി, ഡെമോൺസ്ട്രേഷൻ ബൈ ടീച്ചർ ഇൻവോൾവിംഗ് സ്റ്റുഡൻസ്. ആൻഡ് ഓപ്ഷൻ സി, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് പിയർ ട്യൂട്ടറിങ്. ആൻഡ് ഓപ്ഷൻ ഡി, എബിലിറ്റി ഗ്രൂപ്പിംഗ് ഫോർ ടീച്ചിങ്. അപ്പോൾ ഇതിൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് വിധേയമാണ് അവർക്ക് കൊടുക്കേണ്ടത്, മെറ്റീരിയൽസ് അല്ല പറയുന്നത്, എങ്ങനെയാണ് അവർക്ക് ആ ഒരു ക്ലാസ് അവരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കഷനാണ് പറയുന്നത്. ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ നോർമൽ ക്ലാസ് റൂമിൽ വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് പിയർ ട്യൂട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് പിയർ ട്യൂട്ടറിങ് ആണ്. അതായത് അവരുടെ കൂടെയുള്ള കുട്ടികൾ, അതായത് അവരുടെ പിയേഴ്സ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെ അവരുമായിട്ടൊരു കോപ്പറേഷൻ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ലേണിംഗ് മെറ്റീരിയൽസ് കൺവേ ആകുന്നുള്ളൂ. ഇപ്പോൾ ഡിസ്കഷൻ ആയാലും ഡെമോൺസ്ട്രേഷനൊക്കെ എന്താണ്, നമ്മൾ നോർമലി എല്ലാവരുടെയും നമ്മൾ കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ എബിലിറ്റി, അവരെ ഗ്രൂപ്പ് ചെയ്യുന്നതും ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഗ്രൂപ്പ് ചെയ്താൽ മാത്രം പോരാ, അവിടെ എന്തുണ്ടാവണം, ഒരു കോപ്പറേഷൻ, എല്ലാ സ്റ്റുഡൻസും നമ്മളൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ലേണിംഗ് ഉണ്ടാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ ഗ്രോത്ത് ആൻഡ് ടു എനേബിൾ ദം ടു ഫേസ് ലൈഫ് വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. ദിസ് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ്. അപ്പോൾ ഇത് ഏത് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് ആണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, ഓപ്ഷൻ ബി NP 1986, and option C, National Policy for Person with Disabilities 2002, and option D, Integrated Education for Disabled Children IEDC scheme. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കണ്ടെത്തണമെങ്കിൽ നമ്മളിത് പഠിച്ചിരിക്കുക തന്നെ വേണം. അതായത് നോർമൽ ഗ്രോത്ത് ആൻഡ് ടു എനേബിൾ ദം ടു ഫേസ് ലൈഫ് വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അറിയുന്നുണ്ട് അവരുടെ ഗ്രോത്ത് നോർമലാക്കുക, അതുപോലെ തന്നെ അവരെ കറേജ്, ധൈര്യത്തോടെ തന്നെ അല്ലെങ്കിൽ കോൺഫിഡൻസോടെ തന്നെ അവരുടെ ലൈഫിലുള്ള എല്ലാ ചാലഞ്ചസിനെയും ഫേസ് ചെയ്യുക എന്നൊക്കെ തന്നെ പറയുന്നത്. അപ്പം നമുക്ക് NP 1986 ആണ് ഈ ഒരു സ്കീം, ഈ ഒരു പ്രോഗ്രാമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് എ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് MHRD ആൻഡ് യൂണിസെഫ്. അപ്പോൾ MHRD അതുപോലെ യൂണിസെഫ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ട് ഇതിലേതാണ്? ഓപ്ഷൻ എ CWSN ആക്ട്, ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, ഓപ്ഷൻ സി റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992, ആൻഡ് ഓപ്ഷൻ ഡി പ്രൊജക്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസബിൾഡ് PIED. അപ്പോൾ ഇതിൽ ആൻസർ പ്രൊജക്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസബിൾഡ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് MHRD ആൻഡ് യൂണിസെഫിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ട് എന്ന് തന്നെ എഴുതി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദ അപ്പെക്സ് അതോറിറ്റി ടു ഡെവലപ്പ്, റെക്കഗ്നൈസ് ആൻഡ് റെഗുലേറ്റ് ദ കോഴ്സ് കരിക്കുലം ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഏതാണ് ഈ ഡിസബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള കരിക്കുലം അത് ഡെവലപ്പ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അതോറിറ്റി? ഓപ്ഷൻ എ NP 1986, ഓപ്ഷൻ ബി PWD ആക്ട് 1995, ആൻഡ് ഓപ്ഷൻ സി റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിൽ അപ്പെക്സ് അതോറിറ്റി വരുന്നത് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ആ കൗൺസിലാണ് എന്ത് ചെയ്യുന്നത്, ആ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടിയ കരിക്കുലം ഡെവലപ്പ് ചെയ്യും റെക്കഗ്നൈസ് ചെയ്യും ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.